രാജ്യത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ മേയർ എന്ന വലിയ ജനപ്രീതിയുമായി തിരുവനന്തപുരം കോർപ്പറേഷന്റെ തലപ്പത്തേക്ക് എത്തിയതായിരുന്നു ആര്യ രാജേന്ദ്രൻ. പിന്നീട് തലസ്ഥാന നഗരി കണ്ട ഏറ്റവും വലിയ പരാജയമായി ആര്യ മാറിയ കാഴ്ചയ്ക്കും കേരളം സാക്ഷ്യം വഹിച്ചു. അധികാരത്തിന്റെ തണലിൽ ഭർത്താവ് സച്ചിൻ ദേവ് MLA ചേർന്ന് കാണിച്ച അഹന്തയും ധാർഷ്ട്യവുമാണ് ആര്യയുടെ രാഷ്ട്രീയ ഗ്രാഫ് പൊടുന്നനെ തകർത്തത്. KSRTC ഡ്രൈവർ യദുവിനെ റോഡിൽ തടഞ്ഞു നിർത്തി അനാവശ്യ വിവാദമുണ്ടാക്കിയ സംഭവം മുതൽ ആറ്റുകാൽ പൊങ്കാല ഇഷ്ടിക മറച്ചുവിറ്റ നാണം കെട്ട അഴിമതി കഥകൾ വരെ ആര്യയുടെ മേയർ പദവിക്ക് കരുനിഴലായി. 2026 കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ പാർട്ടി നേരിട്ട വമ്പൻ തോൽവിയുടെ പ്രധാന ഉത്തരവാദി ആര്യ രാജേന്ദ്രനാണെന്ന് സ്വന്തം പാർട്ടി തന്നെ വിലയിരുത്തിയപ്പോൾ അതൊരു രാഷ്ട്രീയ പരീക്ഷണത്തിന്റെ ദയനീയ അന്ത്യവും കുറിച്ചു. പരീക്ഷണങ്ങൾ പരാജയപ്പെടുകയും ഭർത്താവിന് MLA സ്ഥാനം നഷ്ടമാവുകയും പണ്ട് തങ്ങൾ വഴിയിൽ തടഞ്ഞ സാധാരണക്കാരനായ ഡ്രൈവർ നിയമസഭയുടെ ഔദ്യോഗിക വാഹനവുമായി മുന്നിൽ കൂടി പോകുമ്പോൾ വെയിലത്ത് സമരം ചെയ്യേണ്ടിയും വരുന്ന ആര്യയുടെയും സച്ചിന്റെയും ഇന്നത്തെ അവസ്ഥ കാലത്തിന്റെ കാവ്യനീതി അല്ലാതെ മറ്റെന്താണ്? പറഞ്ഞു വരുന്നത് സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി പ്രചരിക്കുന്ന ഒരു ചിത്രത്തെക്കുറിച്ചാണ്. ആര്യ കാരണം ജോലി നഷ്ടമായ യദു നിയമസഭയുടെ വാഹനം ഓടിച്ചു പോകുമ്പോൾ വെയിൽ കൊണ്ട് സമരത്തിനിരിക്കുന്ന ആര്യ രാജേന്ദ്രന്റെയും സച്ചിൻ ദേവിന്റെയും ഒരു ദൃശ്യമാണ് കാലത്തിന്റെ കാവ്യനീതി എന്ന പേരിൽ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നത്. KSRTC ഡ്രൈവറായ യദു ഓവർ സ്പീഡിൽ വണ്ടി ഓടിച്ചുവെന്ന പേരിൽ ആര്യയും സച്ചിൻ ദേവും സ്കൂട്ടറിൽ ബസിനെ പിന്തുടർന്ന് തടഞ്ഞു നിർത്തി വലിയ ബഹളമുണ്ടാക്കിയിരുന്നു. അങ്ങനെ ഒട്ടേറെ നാറിയ കഥകൾ ആര്യയുടെ മേയർ പദവിക്ക് കളങ്കമായി. മേയർ സ്ഥാനത്ത് നിന്നും ഇറങ്ങിപ്പോയ ശേഷം വീണ്ടും ഒരു സ്ഥാനാർത്ഥി പദവി നൽകാൻ പോലും CPM-ന് പേടിയായി. 2020 തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കൗമാരക്കാരെ സ്ഥാനാർത്ഥികളാക്കിയ ജോൺ ബ്രിട്ടാസിന്റെ പരീക്ഷണത്തിന്റെ തുടർച്ചയായാണ് തിരുവനന്തപുരം കോർപ്പറേഷനിൽ ആര്യ രാജേന്ദ്രനെ മേയറാക്കിക്കൊണ്ടുള്ള പരീക്ഷണം നടന്നത്. രാജ്യത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ മേയറായി ആര്യ വന്നെങ്കിലും പ്രായോഗിക രാഷ്ട്രീയത്തിന്റെ എട്ടും പൊട്ടും തിരിയാത്ത കൗമാരക്കാരെ സ്ഥാനാർത്ഥികളാക്കി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ തലമുറ മാറ്റം കൊണ്ടുവരിക എന്ന ജോൺ ബ്രിട്ടാസിന്റെ ആശയം വമ്പൻ പരാജയമായെന്ന് CPM തന്നെ തുറന്ന് സമ്മതിച്ചതാണ്. ഇതിനിടെ മേയറുടെ ഭർത്താവ് സച്ചിൻ ദേവ് ആകട്ടെ കോഴിക്കോട് ജില്ലയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടു. സച്ചിൻ ദേവിന് MLA സ്ഥാനം നഷ്ടമായി. KSRTC-യിൽ താൽക്കാലിക ഡ്രൈവറായ യദുവിന് UDF അധികാരത്തിൽ വന്നപ്പോൾ നിയമസഭയുടെ വാഹനം ഓടിക്കുന്നതിനുള്ള ഡ്രൈവർ ജോലി നൽകി. യദു പുതിയ ജോലി ചെയ്യുന്ന ഒരു ദൃശ്യം സോഷ്യൽ മീഡിയ ഏറ്റെടുത്തതാണ് ആര്യയെ വീണ്ടും എയറിലാക്കിയത്.